കോർപ്പറേഷൻ BJP പിടിച്ചെടുത്ത സമയം മുതൽ തുടങ്ങിയതാണ് പ്രതിപക്ഷത്തിന് എങ്ങനെയെങ്കിലും BJPയെ തുരത്തണം. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഇന്ത്യ കേട്ടോ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിന്റെ ഒരേ ആവശ്യമാണ് VV രാജേഷിനെ എങ്ങനെയെങ്കിലും തുരത്തണം. അപ്പോൾ അതിൽ കൈ കിട്ടുന്ന ഓരോ വിഷയങ്ങളും വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ, കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നും ആ ഒരു സത്യപ്രതിജ്ഞയും വീണ്ടും വിവാദമായിരിക്കുകയാണ്. ആരെയും അറിയിക്കാതെ VV രാജേഷ് സത്യപ്രതിജ്ഞ നടത്തി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ശരിക്കും പ്രശ്നം? VV രാജേഷ് എന്ത് തൊട്ടാലും തിരുവനന്തപുരത്ത് പ്രശ്നമാണല്ലോ. വളരെ ഒരു ചൊല്ലുണ്ട്, ഇഷ്ടമില്ലാത്ത മരുമകൾ എന്ത് ചെയ്താലും കുറ്റം എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് തിരുവനന്തപുരത്തെ കാര്യം. അദ്ദേഹം എന്ത് നല്ല കാര്യം ചെയ്താലും അതിൽ ചെകഞ്ഞ് അതിലൊരു കുനിഷ്ട് കണ്ടുപിടിക്കും. മുഖ്യമന്ത്രി VD സതീശന് പോലും സഹിക്കാൻ പറ്റുന്നില്ല. 3 MLA-മാരാണ് നിരന്നിരിക്കുന്നത് BJPയുടെ. അങ്ങേരോ നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ എന്ന്, മതിയല്ലോ. അല്ല, ആകെ 3 അല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ പരിഹാസ രൂപേണ പരിഹാസിക്കാൻ വേണ്ടി മാത്രം ഒന്നും ഇല്ലെന്നേ. ഞങ്ങൾ 0-ൽ നിന്ന് 1 1-ൽ നിന്ന് ഇപ്പം 3 ഇനി വരുന്ന വർഷങ്ങളിൽ ഞങ്ങൾ കയറി വരും. അത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല BJP അവിടെ അധികാരത്തിൽ വരുമെന്നും ഭരിക്കുമെന്നും. ഇത്രയും നല്ല സദ്ഭരണം കാഴ്ചവെക്കുന്ന ഇവർ സ്വപ്നത്തിൽ പോലും ചിന്തയായിട്ടില്ല. അന്ന് മുതൽ തുടങ്ങിയതാണ്. കാരണം നമ്മളൊരു ചെറിയ മാർജിനിലാണ് നിൽക്കുന്നത്. 50 പേരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു സ്വതന്ത്രൻ, 50 BJPയുടെ തന്നെ കൗൺസിലർമാർ, ഒരു സ്വതന്ത്രൻ, 49 പേരടങ്ങുന്ന ഇന്ത്യ മുന്നണി എന്ന് തന്നെ പറയാം നമുക്കിവിടെ. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ LDF UDF ഒന്നും പറഞ്ഞ് ഇന്ത്യ മുന്നണിയാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. നമ്മളുടെ BJPയുടെ കൗൺസിലർ സുഗതൻ രാജിവെക്കണമെന്നാണ് ഇവരുടെ വലിയ ഡിമാൻഡ്. അതും പറഞ്ഞ് LDFകാർ അവിടെ നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ്. അത് റിലേ ആണ് കേട്ടോ. അപ്പോൾ അതായത് കുറച്ച് നേരം കടന്നു പോയേ ഇതുകൊണ്ടൊന്നും കുലുങ്ങൂല. അത്രമാത്രം സഹനശക്തിയോടുകൂടി ജയിച്ചു വന്ന കൗൺസിലർമാരാണ് തിരുവനന്തപുരത്തുള്ളത് എങ്കിൽ LDFൻ്റെ ഈ വിരട്ടൽ കൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല. BJP തന്നെ 5 വർഷവും തികച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും. സുഗതൻ്റെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ എക്സ്റ്റെൻഡിലേക്ക് ഇവരുടെ ബുദ്ധിജീവികളുടെ തല പ്രവർത്തിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി ടെററൈസ് ചെയ്ത് വീട്ടിൽ വന്ന് രാത്രിയൊക്കെ ഇടിച്ചു കയറാണ്ട് ഇദ്ദേഹം എന്താ പറയുന്നത്, രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹം വലിയൊരു കൗൺസിലറല്ലേ. ഒരു സിറ്റിംഗ് കൗൺസിലറിനെ എവിടെ വിളിച്ചാലും അതിൻ്റേതായ മാന്യതയുള്ളതാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്, അല്ലാണ്ട് നോമിനേറ്റഡ് പദവിയിലല്ല അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ നേരെ തോക്കു ചൂണ്ടുന്നു, ആകാശത്തേക്ക് വെടിവെക്കുന്നു, ഭാര്യയെ പിടിച്ച് തള്ളുന്നു. ഇതൊക്കെ എന്ത് നാടകം! അതൊക്കെ കഴിഞ്ഞ് VD സതീശനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ നടന്ന, അവിടുത്തെ നേതാക്കന്മാർക്കെതിരെ നടന്ന ജീവൻ രക്ഷാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എതിരെ SIT ടീമിനെ പ്രഖ്യാപിക്കുകയും മറ്റും ചെയ്യുന്ന സാഹചര്യത്തിൽ ശ്രീ സുഗതൻ്റെ കാര്യവും അദ്ദേഹം അതുപോലെ ഒരു സദ്ഭരണത്തിൻ്റെ മാതൃകയിൽ എടുക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. ഇപ്പോൾ അറിയുന്നു, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആ കാപ്പ കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ. അതിനർത്ഥം ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം കേരളത്തിലും വളരെ വളരെ സ്ട്രോങ് ആയിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയാണോ? അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത രീതി ശരിയായിട്ടില്ല. പലരും ദൈവനാമം എന്നുള്ളത് അവർക്കിഷ്ടപ്പെട്ട ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അതറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ആദ്യം എന്നോട് എന്താ പറഞ്ഞത്? ആരും അറിഞ്ഞില്ല. മീഡിയ എങ്ങനെ അറിഞ്ഞു? ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. മീഡിയ എങ്ങനെ അറിഞ്ഞു? മീഡിയ അറിയണമെങ്കിൽ അത് ഒരു പബ്ലിക്കായിട്ട് ചെയ്ത കാര്യമല്ലേ. അത് ആരും അറിഞ്ഞില്ല എന്നെങ്ങനെ പറയാൻ പറ്റുമോ? മീഡിയയ്ക്ക് അറിയാമെങ്കിൽ അതറിഞ്ഞിട്ടാണെങ്കിൽ ആൾക്കാരൊക്കെ അറിയും അല്ലേ. അവർക്ക് വേണമെങ്കിൽ അവർക്ക് വന്നിരിക്കാം. പിന്നെ ആർക്കാണ് സത്യപ്രതിജ്ഞയിൽ പ്രശ്നമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ മാത്രം ചൊല്ലിയാൽ മതിയല്ലോ. ഇപ്പോൾ രാജേഷിന് ചൊല്ലേണ്ട ആവശ്യമില്ല, മേയറിന് ചൊല്ലേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞതിൽ നമ്മൾ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള നോംസ് അനുസരിച്ച രീതിയിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ചിലരും അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിലൊക്കെ ചൊല്ലിയ ആൾക്കാരാണ് രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതെല്ലാവരെയും വിളിച്ചു കൂട്ടി ചെയ്യാനായിട്ട് ആദ്യം നമുക്കൊക്കെ പാസ്സൊക്കെ തരും കേട്ടോ. കൗൺസിലർമാരുടെ കൂടെ ഇത്ര പേർക്ക് പോവാം, അവരെ പുറത്ത് ഇങ്ങനെ ഇവിടെ ഇന്ന ഗാലറിയിലിരിക്കണം, വിസിറ്റേഴ്സ് ഗാലറി, കൗൺസിലർമാർ മാത്രമുള്ള ഉള്ളിൽ കയറാവൂ എന്നൊക്കെ പറഞ്ഞ് നല്ല ധൂം ധാംസയാണ് ആദ്യത്തെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഇതൊരു എറർ വന്നിട്ട് നമ്മൾ രണ്ടാമത് ചെയ്യുന്ന സത്യപ്രതിജ്ഞയ്ക്ക് നാടടക്കം വിളിക്കേണ്ട ആവശ്യമുണ്ടോ?
അറിയുന്നില്ല എന്ന് അതില് പറഞ്ഞത്. അല്ല, ഇതര കൗൺസിലറുകാരെ അറിയിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ മേയർക്കെതിരെ ഉയർന്നു കേൾക്കുന്നത്. അല്ല, എന്തും പറയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേയർ എന്ത് ചെയ്യുന്നുവെന്ന് ഇങ്ങനെ നോക്കി ഭൂതക്കണ്ണാടിയും വെച്ചിരിക്കുക. നല്ലത് മാത്രമേ ശ്രീ വി വി രാജേഷ് ചെയ്യുന്നുള്ളൂ. അതിലൊക്കെ എങ്ങനെ കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ള ചിന്തയിലാണ്. ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഫുട്പാത്തുകൾ നിർമ്മിക്കുന്നു. അതിന് കുറ്റം തന്നെ. ഫുട്പാത്ത് റോഡിൽ കൂടെ നടന്നാൽ പോരെ? നമ്മുടെ തോടുകൾ അദ്ദേഹം തന്നെ നിന്ന് വൃത്തിയാക്കണം. എന്തിനാ തോട് വൃത്തിയാക്കുന്നത്? അവിടെ കൂടെ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാലിന്യം ഒഴുകിക്കൂടെ? ഹോട്ടലുകളിൽ കയറിയിട്ട് അവിടുത്തെ ചീഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഇതാക്കുന്നു. അദ്ദേഹം തന്നെ നിന്ന് ചെയ്യുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് സപ്പോർട്ട്, മോറൽ സപ്പോർട്ട് ഒരു വലിയ കാര്യമാണ് കേട്ടോ ഉദ്യോഗസ്ഥന്മാർക്ക്. കാരണം പല സ്ഥലത്തുനിന്ന് അവർക്ക് പ്രഷർ വരും. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് വരും, അല്ലെങ്കിൽ പ്രമുഖ പാർട്ടി നേതാക്കന്മാരിൽ നിന്ന് വരും, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ പവറിൽ നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് വരും. അപ്പം മേയർ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞൊരു വലിയ കട്ട സപ്പോർട്ടാണ്. അങ്ങനെ മേയർ കൂടെ നിൽക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ സഹിക്കാൻ പറ്റും. എവറിത്തിങ് മീൻസ് മണി. കോൺട്രാക്ടർമാർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തുകയാണ്. അപ്പോൾ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് മേയർ വളരെ സത്യസന്ധമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. വേണ്ടെന്ന് ഇത് മുഴുവൻ നമ്മുടെ പൈസയല്ലേ? നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് കൗൺസിലർമാരെ നമ്മുടെ ശബ്ദമാകാൻ വേണ്ടിയിട്ട് എലക്ട് ചെയ്ത് വിടുന്നത്. എല്ലാവർക്കും കൂടെ കയറിയിരിക്കാൻ പറ്റില്ലല്ലോ കൗൺസിലിൽ. 3 ലക്ഷം പേർക്കും കൂടെ കയറ്റിയിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കൗൺസിലർമാർ ഞങ്ങളുടെ ശബ്ദമാകുവാൻ വേണ്ടി, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അതിന് ഓരോന്നിനും ഇങ്ങനെ ഞോടിക്കൊണ്ടിരിക്കുക. ഭരിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന പോലത്തെ പ്രവൃത്തികളാണ് ഇവർ നടത്തുന്നത്. നമ്മളുടെ ശ്രദ്ധ വേറെ പലതിലേക്കും പോകും. അപ്പോൾ രാജേഷൻ ഇത്രയും സീസൺ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട്, BJPയുടെ ഒരു ഉയർന്ന കാര്യകർത്താവായിരുന്നു, ജില്ലാ പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രഷർ താങ്ങാനായിട്ട് പറ്റുന്നത്. അത്രമാത്രം ഓരോ ദിവസം ഒരു പുതു ദിവസം പോലെ എന്ത് ഭാര്യയാണ് വരുന്നതെന്ന് ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 3 മണി മുതൽ 5 മണി വരെ എന്ത് സംഭവിച്ചാലും ഞാൻ ഓഫീസിലുണ്ടാവും. ഉദ്ഘാടനം അതൊക്കെ സൈഡിൽ വേറെ സമയത്ത്. പക്ഷേ എല്ലാ ദിവസവും പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടാവും. എത്ര മേയർമാർ അങ്ങനെ ഇരിക്കുന്നുണ്ട്? അവർക്ക് പല കാര്യങ്ങൾക്ക് ഓടി നടക്കാനാണിത്. പേപ്പറിൽ പടം വരണമെങ്കിൽ, മീഡിയയിൽ പടം വരുന്നെങ്കിൽ ഓടി നടന്നാലേ പറ്റുള്ളൂ. ഉദ്ഘാടനങ്ങൾ നടത്തണം, സെമിനാറുകൾക്ക് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയാലേ പറ്റുള്ളൂ. ഓഫീസിലിരുന്നാൽ പറ്റുമോ? ഓഫീസിലിരിക്കുമ്പോൾ പൊതുജനങ്ങൾക്കത് സന്തോഷമാണ്. പക്ഷെ മീഡിയയിൽ പടം വരുന്നില്ല. ഇപ്പോൾ ആതിര പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, BJP എന്തൊക്കെ തരത്തിൽ BJPയെ ദ്രോഹിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മാസവും അവസാനമാണ് യൂഷ്വലി കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നത്. 3 കൗൺസിൽ മീറ്റിംഗ് നമ്മൾ അടുപ്പിച്ച് അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. നമ്മളുടെ കൗൺസിലർഷിപ്പ് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലീവ് എടുക്കണം. യാത്രയൊക്കെ പോകുന്ന അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ലീവ് എഴുതി കൊടുത്ത് സെക്രട്ടറിയുടെയാണ് അനുവാദം തരേണ്ടത്. കോർപ്പറേഷൻ സെക്രട്ടറി അനുവാദം തന്നിട്ടാണ് നമ്മൾ യാത്രകളും കാര്യങ്ങളൊക്കെ കൗൺസിലർമാർ ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജയിലിലിട്ടിരിക്കുന്നൊരു വ്യക്തി, അതും കാപ്പ, എന്താണ് കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. ഒരു അമ്പലത്തിൻ്റെ എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. വി ഡോണ്ട് നോ, വി സ്റ്റാൻഡ് കറക്റ്റഡ്. കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞത്. അതൊക്കെയാണോ കാപ്പ കേസ്? നമ്മൾ എത്രയോ കാപ്പ കേസ് പ്രതികളെക്കുറിച്ച് കേട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇദ്ദേഹം കൗൺസിലറായിട്ട് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും വെരിഫിക്കേഷനിൽ വന്നില്ലേ? ഇത് നാമനിർദ്ദേശ പത്രിക നമ്മൾ കൊടുക്കുമ്പോൾ ഒരു വലിയ ഓഫീസർമാരാണ്, പല സ്ഥലത്തും പലരാണ് ഇരുന്നിട്ട് നോക്കി തീരുമാനിക്കുന്നത് എലിജിബിൾ ആണോ. നാമനിർദ്ദേശ പത്രിക തള്ളി എന്നൊക്കെ നമ്മൾ വായിക്കാറില്ലേ? അങ്ങനെ ഒന്നും ചെയ്യാണ്ട് അദ്ദേഹത്തിനെ ആക്സെപ്റ്റ് ചെയ്ത് പെട്ടെന്ന് ഒരു കുറേ കുറ്റങ്ങളും കാര്യങ്ങളും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത പോലത്തെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും. അപ്പൊ ഇതിലൊക്കെ ഒരു പ്രധാന വിഷയമായി നോക്കുന്നത് ഇപ്പൊ ഈ കൗൺസിലർമാരുടെ വിഷയങ്ങളാണെങ്കിലും ഇപ്പൊ ഈ ഉയർന്നു കേൾക്കുന്ന എല്ലാ പ്രശ്നങ്ങളാണെങ്കിലും ഇതില് പ്രശ്നമല്ല. ലക്ഷ്യമായിട്ടുള്ളത് മേയറും അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണെന്നുള്ളതാണ് പ്രധാന വിഷയം. എങ്ങനെയെങ്കിലും അവിടുന്ന് വി വി രാജേഷിനെ തുരത്തണം, BJPയിൽ നിന്ന് തിരിച്ചു പിടിക്കണം, അതിനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നത്. ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അധികാരം ഏറ്റവും നോർത്ത് ഇന്ത്യയിൽ ഒരു പര്യടനത്തിലും പോയിരുന്നു. ഓരോരുത്തരും വന്നിട്ട് കൺഗ്രാജുലേഷൻസ്. ആദ്യം ഞാൻ ഒന്നിതായിപ്പോയി, ഇതെന്താന്ന്.
നമ്മൾ തിരുവനന്തപുരം ട്രിവാൻഡ്രം ഇങ്ങനെ തന്നെ ആയിരുന്നു. ഗുജറാത്തിലും ആദ്യം ഒരു കോർപ്പറേഷനാണ് ജയിച്ചത്. അവിടെ നിന്നാണ് ഞങ്ങൾ ഗുജറാത്ത് പിടിച്ചെടുത്തത്. ഞാൻ ആ സമയത്ത് പോയത് വഡോദര, അഹമ്മദാബാദ് എന്നുള്ള സ്ഥലങ്ങൾ, ഗുജറാത്തിലെ പല സ്ഥലങ്ങളിലായിരുന്നു. ഓരോരുത്തരും വന്ന് എൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, അത് അത്രമാത്രം ഞാൻ വികാരാധീനയായി പോയി. ഈ ഫുൾ ഇന്ത്യ കേരളത്തെയാണ് ഉറ്റുനോക്കുന്നത്. ഇവിടെ പലതരത്തിലെ പ്രശ്നങ്ങളുണ്ട്, അത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം. അതിപ്പോൾ നമ്മുടെ സംസാര വിഷയമില്ല. റീസെൻ്റ്ലി ഞാൻ ഡൽഹി പോയപ്പോൾ പോലും അവിടെ ഞാനൊരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ കയറിയിരുന്ന ഒരു മാന്യ വ്യക്തി ഇവിടെയുള്ള വരുന്ന ഇൻഫിൽട്രേഷൻസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങൾ വരാം, അത് നമ്മുടെ സംസാര വിഷയമല്ല. പക്ഷേ ഭാരതം മുഴുവനും പലവിധ കാര്യങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വെൽബീയിങ്ങിനെ കുറിച്ച് ഉത്കണ്ഠാകുലരാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തിരുവനന്തപുരം നമ്മൾ വന്നു. അതിനെ തുടർന്ന് പലതും ജയിക്കേണ്ടതായിരുന്നു. പല MLA-മാർ നമുക്ക് ഉണ്ടാവേണ്ട, ഒരു 15ഓളം MLA-മാർ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ 3 പേരെങ്കിലും നമുക്ക് കിട്ടിയത് ഇന്ത്യ മുന്നേ അത്ര ആത്മാർത്ഥമായിട്ട് നമ്മളെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ചു എങ്കിൽ പോലും അവിടെയുള്ള ജനങ്ങളുടെ ഒരു സപ്പോർട്ടോടുകൂടിയാണ് 3 സീറ്റ്. നമ്മൾ 15 മുതൽ 20 വരെയാണ് പ്രവർത്തിച്ചത്. നമുക്കറിയാം എത്ര സ്ഥലത്ത് നമ്മൾ സെക്കൻഡ് പ്ലേസിൽ വന്നു. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പ്രവർത്തിച്ച് BJP-ക്കിട്ട് തുരങ്കം വെച്ചതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ MLA-മാരെ കിട്ടാതിരുന്നത്. ഇവരുടെ ഒരു ഹിഡൻ ഹിഡനിൽ ഇപ്പോൾ പബ്ലിക്കായ അജണ്ട എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യ മുന്നണിയുടെ. അങ്ങനെ തന്നെ പറയണം ആതിര. CPM അല്ലെങ്കിൽ LDF, UDF, കോൺഗ്രസ് എന്ന് നമ്മൾ പറയേണ്ട. LDF-ഉം UDF-ഉം ചേർന്ന ഇന്ത്യ മുന്നണിയുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ശ്രീ VV രാജേഷ് നയിക്കുന്ന തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും BJP പുറത്താക്കുക എന്നുള്ളത്. കാരണം ഇതിനെ തുടർന്ന് എല്ലാ സ്ഥലത്തും നമ്മൾ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഏത് സംസ്ഥാനത്തിലും ആദ്യം ഒരു പ്രധാനപ്പെട്ട മുനിസിപ്പൽ കോർപ്പറേഷൻ എടുക്കും, അതിനുശേഷമാണ് ആ പുരോഗതി. അവിടെ വരുന്ന പുരോഗതിയിലൂടെ ജനങ്ങൾ മുഴുവൻ നമ്മളോടൊപ്പം വരും. VV രാജേഷും അദ്ദേഹത്തിൻ്റെ സഹ കൗൺസിലർമാർ അത്ര ആത്മാർത്ഥമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ കുരുപൊട്ടുന്ന ശരിക്കും കുരുപൊട്ടി. ആ കുരുപൊട്ടിലാണ് ഇപ്പം നമ്മളിവിടെ പല വിധത്തിൽ ഇനി തുടരുകയുള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കും. അത് തൻ്റെ ഇടത്തോടെ നേടുവാനുള്ള ആർജവം നമ്മുടെ മേയർ ബ്രോനും സഹ കൗൺസിലർമാർക്കും വേണ്ടി ഇതൊരു തുടക്കം മാത്രമാണ്. വി ആർ പ്രിപ്പയർഡ് ടു ആക്സെപ്റ്റ് ഓൾ ദിസ് ആൻഡ് വി ആർ റെഡി ടു ഫൈറ്റ് ഇറ്റ് ഓൾസോ. അങ്ങനെ ചുമ്മാ നമ്മളത് വിട്ടുകൊടുക്കാൻ വേണ്ടി ടു എനി എക്സ്റ്റെൻറ്റ് തിരുവനന്തപുരത്തുള്ള ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഓരോരുത്തരും അതിന് കൂടെ തന്നെ ഉണ്ടാകും.